നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാവക്ക കറിയാണ്. പാവക്ക കറി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് കയ്പൊന്നുമില്ലാതെ അടിപൊളി ടേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സൂപ്പർ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ കാണുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നത് വളരെ കുറഞ്ഞ ആളുകളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മൾ പാവക്ക കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 പാവക്ക സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുരു മാത്രം എടുത്ത് മാറ്റുക. അതിൻ്റെ ഉള്ളിലുള്ള മറ്റേ ഒരു സ്പോഞ്ച് പോലെ സാധനം ഉണ്ടാവും, അതൊന്നും മാറ്റേണ്ട കാര്യമില്ല. കുരു മാത്രം മാറ്റുക. ഞാൻ 2 പാവക്ക നല്ലപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കുരുവൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 3-4 ടീസ്പൂണ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഉപ്പൊക്കെ നല്ലതുപോലെ പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലതുപോലെ ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അടി കംപ്ലീറ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക, എല്ലായിടത്തും പിടിക്കണം. എന്നിട്ട് ഒരു അരമണിക്കൂർ ഇതൊന്ന് മൂടി വെക്കണം നമുക്ക്. അപ്പോൾ നമ്മുടെ പാവക്ക നമ്മൾ നേരത്തെ ഉപ്പ് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അരമണിക്കൂർ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളൊന്ന് എടുത്ത് നല്ലതുപോലെ 2-3 പ്രാവശ്യം നല്ല വെള്ളത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതിൽ ഉപ്പൊക്കെ ശരിക്കും പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഉപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് പോകുന്നത് വരെ ശരിക്കും നല്ലതുപോലെ കഴുകിയെടുക്കണം. അപ്പോൾ ഞാനത് കഴുകിയെടുത്ത് 2-3 പ്രാവശ്യമായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി വേണ്ടത് ഈ കുറച്ച് പുളിയാണ്. ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. നമുക്കത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നല്ലതുപോലെ അലിയിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പാവക്ക കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടായി ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഞാനായിരിക്കും 3-4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. അപ്പൊ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഒരു നുള്ളു ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജീരകം ചേർത്ത് കൊടുത്ത ശേഷം തന്നെ നമുക്ക് നേരത്തെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച പാവക്ക ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. പാവക്ക ചേർത്ത് നമുക്ക് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. നമുക്കൊന്ന് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട്. നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. പാവക്ക നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇതിങ്ങനെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ ഇത് അടി പിടിക്കും. അത് അടി പിടിക്കാത്ത രീതിയിൽ നല്ലതുപോലെ വഴറ്റി എടുക്കുക. നമുക്ക് ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ആയി കിട്ടണം, അതുവരെ നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അപ്പൊ നമ്മുടെ പാവക്ക നല്ലതുപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്, നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ ഇതിപ്പോൾ അത്യാവശ്യം നമുക്കൊന്ന് മുരിഞ്ഞ രീതിയിലായിട്ടുണ്ട്, നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി, ഒരു 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചതച്ചത്, അതുപോലെ തന്നെ ഒരു 5-8 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഒരു വലിയ സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു തണ്ട് കറിവേപ്പില, ഇത് കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയും ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം, പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. അപ്പൊ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇതിന്റെ പച്ചമണക്കൊന്ന് മാറുന്നത് വരെ, പൊടികളുടെ പച്ചമണക്കൊന്ന് മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു 1.5 തക്കാളി, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 2 തക്കാളി നല്ലപോലെ മിക്സിയിൽ കുഴമ്പ് പോലെ അരച്ചെടുക്കുക. നല്ലതുപോലെ അരച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1.5 തക്കാളി വലുതാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ ഒരു 1.5 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരച്ചെടുത്തതാണ്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ തക്കാളി നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റുക. അപ്പൊ നല്ലപോലെ തിളച്ച് കിട്ടും. അപ്പൊ നമുക്ക് നേരത്തെ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ലപോലെ പിഴിഞ്ഞെടുത്ത് ആ പുളി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പൊ പുളിവെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറി എത്ര വേണം നോക്കാം, നമുക്ക് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെള്ളം കുറവ് മതിയെങ്കിൽ ഇതൊന്നുകൂടി വറ്റാനുണ്ട്, അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക. ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിലേക്ക് ഉപ്പ് ലാസ്റ്റാണ് ഇടേണ്ടത്. നമ്മൾ പുളി ചേർക്കുന്ന കറിക്കൊക്കെ ഏറ്റവും ലാസ്റ്റാണ് ഉപ്പ് ഇടേണ്ടത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഒരു 2 കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കറി ഒന്ന് നല്ലതുപോലെ തിള വരുമ്പോൾ നമുക്ക് ഇതൊന്ന് മൂടിയിട്ടിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാനുണ്ട്. അപ്പോൾ നമുക്കിന്ന് കറി വറ്റി കിട്ടുകയും ചെയ്യും. അതിനാണ് നമ്മൾ വെള്ളം ആവശ്യത്തിന് നേരത്തെ ഒഴിക്കുന്നത്. വറ്റാനുള്ള വെള്ളം കൂടി നമ്മൾ നേരത്തെ ഒഴിക്കണം. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചിട്ട് വേവിക്കാം. തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് അടച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. അപ്പോൾ കറി മാറ്റി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് അടച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5 മിനിറ്റ് കംപ്ലീറ്റ് നമുക്ക് തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ 1-2 പ്രാവശ്യം ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇളക്കി കൊടുക്കണം. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 1-2 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നല്ല പരുവത്തിലായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. കറി നല്ല അത്യാവശ്യം ടൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചോറിനായാലും എന്തിനും കൂടെ കഴിക്കാൻ പറ്റാവുന്ന രീതിയിലായിട്ടുണ്ട്. നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കി, സൂപ്പർ ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കയ്പൊന്നും ഉണ്ടാവില്ല. കയ്പ് ഞാൻ നോക്കി തീരെ കയ്പില്ല. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. നല്ല ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ചാനൽ വെറുതെ കണ്ടുപോകുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ ഒന്ന് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേഷൻ കിട്ടും. എല്ലാവരും ഒന്ന് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.